അടിസ്ഥാന സൗകര്യത്തിനും ഗ്രാമീണ കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ്. വികസനം ലക്ഷ്യമിടുന്ന ബജറ്റിൽ കാർഷിക അനുബന്ധ മേഖലയ്ക്ക് 1.55 ലക്ഷം കോടി വകയിരുത്തി. ചെറുകോടി ഇടത്തരം സംരംഭകർക്ക് പ്രത്യേക പരിഗണനയും ബജറ്റിൽ നൽകിയിട്ടുണ്ട്. Turning attention to the full year and beyond in this budget, we particularly focus on employment, skilling, MSMEs and the middle class. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുശക്തമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണം ആരംഭിച്ചത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം ലക്ഷ്യമിട്ടുള്ള ബജറ്റിൽ ഉൽപാദനക്ഷമത, തൊഴിൽ, സാമൂഹിക നീതി, നഗരവികസനം, അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ 9 മുൻഗണനാ മേഖലകളാണ് ഉണ്ടായിരുന്നത്. തൊഴിൽ, മധ്യവർഗം, ചെറുകിട ഇടത്തരം മേഖലകൾക്കും പ്രാധാന്യം നൽകി. കാർഷിക അനുബന്ധ മേഖലയിൽ 1.55 ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയത്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ബ്രാൻഡിങ്ങും വിപണനവും സാധ്യമാക്കും. 5 സംസ്ഥാനങ്ങളിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിക്കും. സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് കാർഷിക മേഖലയിൽ ഡിജിറ്റൽ സംവിധാനം കൊണ്ടുവരുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. Priority 1, productivity and resilience in agriculture for coverage of farmers and their lands in 3 years. During this year, digital crop survey for Kharif using the DPI will be taken up in 400 districts. The details of 6 crore farmers and their lands will be brought into the farmer and land registries. Further, the issuance of Jan Samarth based Kisan credit cards will be enabled in 5 states. This year, I have made a provision of 1.52 lakh crore rupees for agriculture and allied sector. ഗ്രാമീണ വികസനത്തിന് 2.66 ലക്ഷം കോടി വകയിരുത്തി. 100 നഗരങ്ങളിൽ വ്യവസായ പാർക്കുകൾ കൊണ്ടുവരും. 100 നഗരങ്ങളിൽ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് സ്ഥാപിക്കും. സൂര്യഘർ സൗജന്യ വൈദ്യുതി പദ്ധതി വഴി വീടുകളുടെ മേൽക്കൂരയിൽ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിച്ച് പ്രതിമാസം 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കും. നഗരമേഖലയിൽ കൂടുതൽ വീടുകൾ അനുവദിക്കുമെന്നും PM ആവാസ് യോജനയിൽ ഇതിനായി 10 ലക്ഷം കോടി രൂപ ഉൾപ്പെടുത്തിയെന്നും ധനമന്ത്രി വ്യക്തമാക്കി. PM Surya Ghar Muft Bijli Yojana has been launched to install rooftop solar plants to enable 1 crore households obtain free electricity up to 300 units every month. ഇന്ത്യ വളർച്ചയുടെ പാതയിലാണെന്ന് വ്യക്തമാക്കിയ നിർമ്മല സീതാരാമൻ പണപ്പെരുപ്പ നിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചെന്നും ചൂണ്ടിക്കാട്ടി. ഗരീബ് കല്യാൺ യോജന 5 വർഷം കൂടി നീട്ടിയത് വഴി 80 കോടി ജനങ്ങൾക്ക് പ്രയോജനം ലഭിച്ചെന്നും മന്ത്രി ബജറ്റിൽ സൂചിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.